ഹൈലൈറ്റ്സ്. രാജ്യത്തിന്റെ പ്രസിഡന്റ് വിശുദ്ധ പദവിയിലേക്ക്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുക എന്നത് ആധുനിക കാലഘട്ടത്തിൽ അവിശ്വസനീയമായ ഒരു കാര്യമാണ്. 1961 മുതൽ ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ പ്രസിഡന്റായിരുന്ന ജൂലിയസ് നെരേര വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയരുന്നു. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും വിശുദ്ധരാകാൻ പറ്റുമെന്ന് ഈ സംഭവം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം വിശുദ്ധിയിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് ഈ ആഫ്രിക്കൻ നേതാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. 1999 അദ്ദേഹം ഇഹലോകത്തിൽ നിന്നും വിടവാങ്ങിയത്. ലാസലറ്റ് മാതാവിന്റെ കണ്ണുനീർ. വളരെ ശാന്തതയോടും സമാധാനത്തോടും കൂടിയുള്ള മനോഭാവത്തോടെയാണ് മാതാവ് തൻ്റെ പ്രത്യക്ഷീകരണങ്ങളിൽ വെളിപ്പെടാറുള്ളത്. എന്നാൽ ഫ്രാൻസിലെ ലാസലറ്റിൽ 1846 സെപ്റ്റംബർ 19 2 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കണ്ണുനീർ വാർക്കുന്നതായി കണ്ടു. കാരണം ഞായറാഴ്ച ആചരണത്തിൽ പാലിക്കേണ്ട വിശുദ്ധിയും പരിഭാവനതയും നഷ്ടമാകുന്നത് കൊണ്ടാണെന്ന് മാതാവ് കുട്ടികളോട് പറഞ്ഞു. ഞായറാഴ്ച ആചരണത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ലാസ്ലെറ്റ് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് ഏറെ പ്രയോജനപ്രദമാണ്. ചർച്ച് ടുഡേ. ക്രൈസ്തവർക്കൊരു വാർത്താ ചാനൽ എന്ന ലക്ഷ്യം ഭാഗികമായി ഷെക്കൈന ചാനൽ പരിഹരിക്കുന്നുവെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും രാത്രി 8:30 ചർച്ച് ടുഡേ എന്ന സഭാവാർത്തകളുടെ അവതരണം ശ്ലാഘനീയമാണ്. മലയാളത്തിൽ മറ്റൊരു ചാനലിലും ലഭ്യമല്ലാത്ത വാർത്തകൾ ഈ പരിപാടിയിലൂടെ നമുക്കറിയാൻ കഴിയുന്നു. ചർച്ചയും സംവാദങ്ങളും വാർത്തകളുമൊക്കെയായി നിരവധി പരിപാടികൾ ഷെക്കൈന TV സംപ്രേഷണം ചെയ്യുന്നു. സഭയെ സ്നേഹിക്കുന്നവർക്കും ആത്മീയതയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരും ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കരുത്.